കേരളക്കാർക്ക് ഭക്ഷണത്തോടുള്ള പ്രിയം പ്രശസ്തമാണ്. അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ തീറ്റക്കാർ എന്ന വിളിപ്പേരും ചിലപ്പോൾ കേൾക്കാറുണ്ട്. അത്രയും വലിയ തീറ്റക്കാരാണോ ശരിക്കും? കേരളക്കാർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണക്രമമാണ്. ഇത് കേരളത്തിന്റെ സമൃദ്ധമായ ഭക്ഷണ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭക്ഷണ ഉപഭോഗത്തെക്കുറിച്ചൊരു അവലോകനം നോക്കും. അരി വാർഷിക ഉപഭോഗം ഏകദേശം 45 ലക്ഷം ടൺ, ഗോതമ്പ് ഏകദേശം 14 ലക്ഷം ടൺ, പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഏകദേശം 5 ലക്ഷം ടൺ, മത്സ്യം ഏകദേശം 9 ലക്ഷം ടൺ, മാംസം ഏകദേശം 12 ലക്ഷം ടൺ, പച്ചക്കറികൾ ഏകദേശം 20 ലക്ഷം, മസാല പൊടികളുടെ വാർഷിക ഉപഭോഗം 1 ലക്ഷം ടൺ, മുട്ട 4 ലക്ഷം ടൺ, പാൽ ഉൽപ്പന്നങ്ങൾ 25 ലക്ഷം ടൺ, പഴങ്ങൾ 10 ലക്ഷം ടൺ, ഇലക്കറികൾ 5 ലക്ഷം ടൺ, ലഘുഭക്ഷണങ്ങൾ സ്നാക്സ് 3 ലക്ഷം ടൺ, പാചക എണ്ണ കുക്കിംഗ് ഓയിൽ 5 ലക്ഷം ടൺ, പഞ്ചസാര ഷുഗർ 10 ലക്ഷം ടൺ, ഉപ്പ് സോൾട്ട് വാർഷിക ഉപഭോഗം 2 ലക്ഷം ടൺ. എല്ലാം ചേർന്ന് വാർഷിക ഉപഭോഗം ഏകദേശം 180 ലക്ഷം ടൺ. അതായത് വ്യക്തി വാർഷിക ഉപഭോഗം 510 കിലോയാണ്. 140 കോടിയുള്ള ഇന്ത്യയിൽ വാർഷിക ഉപഭോഗം 500 ദശലക്ഷം ടൺ, വ്യക്തിപരമായ ഉപഭോഗം 360 കിലോ. ഇതിൽ നിന്ന് കാണുന്ന കേരളത്തിൽ വ്യക്തിപരമായ ഭക്ഷണോപഭോഗം ഇന്ത്യയുടെ ശരാശരിയേക്കാൾ ഏകദേശം 1.5 ഇരട്ടി കൂടുതലാണ്, അഥവാ 42% അധികം. ഇത് ഭയാനകമായി തോന്നാം, കാരണം അതായത് 10 വർഷത്തേക്കാളും 40% കൂടുതലാണ്. കേരളത്തിന്റെ നിലവിലെ ഭക്ഷണ ഉപഭോഗം അസന്തുലിതവും ആരോഗ്യക്കുറവുള്ളതുമാണ്. പച്ചക്കറികൾ, പരിപ്പ്, ധാന്യങ്ങൾ എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിച്ചും മാംസം, പഞ്ചസാര കുറച്ചും ഒരു സന്തുലിത ഭക്ഷണക്രമം സ്വീകരിക്കേണ്ടതുണ്ട്. ജപ്പാൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ പൊരിച്ച് വറുത്ത ഭക്ഷണങ്ങൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമ്പോൾ കേരളത്തിൽ അംഗൻവാടികൾ ഇത്തരം ഭക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ആരോഗ്യ പ്രശ്നമാണ്. ശരീരത്തിന് ആവശ്യത്തിലധികം പ്രോട്ടീൻ കിട്ടുന്നത് കിഡ്നി പ്രശ്നങ്ങൾ, യൂറിക് ആസിഡ് ഉയർച്ച എന്നിവയ്ക്ക് കാരണമാകും. ഭക്ഷണശീലവും മാനസിക ഭൗതിക ആരോഗ്യവും തമ്മിൽ നേരിട്ടുള്ള ബന്ധമുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ഭക്ഷണക്രമം അമിതമായ പ്രോസസ്സ് ചെയ്ത ഭക്ഷണം, കീടനാശിനികൾ, അസന്തുലിതമായ പോഷകാഹാരം ഭാവി തലമുറയുടെ മസ്തിഷ്കാരോഗ്യത്തെ ബാധിക്കാനിടയുണ്ട്. അമിത ഭക്ഷണ ഉപഭോഗം ഇൻസുലിൻ സ്പൈക്ക്, ബോധഭ്രാന്തം, സൈക്കോസിസ്, അടർപ്പിക്കൽ സ്വഭാവം, ഡിസോസിയേഷൻ എന്നിവയെ ക്ഷണിക്കുന്നു. കുട്ടികൾക്ക് ഇത് ഹൈപ്പർ ആക്ടിവിറ്റി, ഫോക്കസ് കുറവ്, പഠനത്തിൽ താൽപ്പര്യനഷ്ടം എന്നിവയ്ക്ക് കാരണമായി മാറുന്നു. ഇത് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ വൈറലാവുകയല്ല വേണ്ടത്, വളരുകയാണ് വേണ്ടത്. അവർ ബുദ്ധിമാന്മാരും ആരോഗ്യവാന്മാരുമായി വളരുകയാണ് വേണ്ടത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പച്ചക്കറികൾ, ഒമേഗ 3, പ്രോബയോട്ടിക്സ് എന്നിവ ഉൾപ്പെടുത്തുക. അവിടെ ബ്രെയിൻ പവർ സംരക്ഷിക്കാൻ ഇതാണ് ഗോൾഡൻ റൂൾ. ആരോഗ്യമുള്ള മനസ്സിന് ആദ്യം ആരോഗ്യമുള്ള ഭക്ഷണം വേണം.